പാലക്ക് പരിപ്പു കറി. എന്റെ ചാനലിലേക്ക് സ്വാഗതം. രുചികരമായ പാലക് പരിപ്പ് കറിയാണ് ഇന്നുണ്ടാക്കുന്നതു. ചേരുവകൾ: മസൂർ ദാൽ അഥവാ ചുവന്ന പരിപ്പ് 1/2 കപ്പ്. ഏതു പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. പെട്ടെന്ന് വെന്തുകിട്ടുന്നതിനു മസൂർ ദാൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാലക് ചീര 1 പിടി, നന്നായി കഴുകിവാരി ചെറുതായി അരിഞ്ഞത്. സവാള 1 കൊത്തിയരിഞ്ഞത്. 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് 2 നീളത്തിലരിഞ്ഞത്. ജീരകം 1 ടീസ്പൂൺ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. കറിവേപ്പില 2 തണ്ടു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളകുപൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. എണ്ണ 2 ടേബിൾ സ്പൂൺ. ഉപ്പ് 1 ടീസ്പൂൺ. ആദ്യം പരിപ്പ് നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്തുവയ്ക്കുക. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളയ്ക്കുമ്പോൾ പരിപ്പ് ചേർക്കുക. പച്ചമുളക്, അരിഞ്ഞ സവാള 1 ടീസ്പൂൺ എന്നിവ ചേർത്ത് വേവിക്കുക. ചീരയുടെ ഇലകളിൽ പലപ്പോഴും മണൽ, അഴുക്ക് അല്ലെങ്കിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകാം, അതിനാൽ ശരിയായ വൃത്തിയാക്കൽ ആവശ്യമാണ്. ചീര ഇലകൾ ആവശ്യത്തിന് വെള്ളത്തിൽ നന്നായി കഴുകി അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് നന്നായി വെള്ളം തോർന്നു പോകാൻ വയ്ക്കുക. ചീര ഇലകൾ ഒരു കട്ടിംഗ് ബോർഡിൽ വച്ച് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചെറുതായി മുറിക്കുക. ഒരു പരന്ന പാത്രത്തിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ജീരകം പൊട്ടിക്കുക. ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി എന്നിവ യഥാക്രമം വഴറ്റുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവയും ചേർക്കുക. അതിന്റെ പച്ചമണം മാറിയതിനുശേഷം ഉപ്പും ചേർത്ത് തക്കാളി നന്നായി ഉടഞ്ഞു ചേരുന്നതുവരെ വേവിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പാലക് ചേർത്ത് 5 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് വേവിച്ച പരിപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് ചെറുതീയിൽ വേവിക്കുക. ആവശ്യത്തിന് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. കറി വീണ്ടും ഇരുന്നു കുറുകുന്നതാണ്. ചൂടോടെ തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ചോറിനൊപ്പം കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിനു നന്ദി. ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.